ഹനുമാൻ വിചാരിച്ചാൽ മാത്രമേ തന്നെ ഇനി രക്ഷിക്കാൻ സാധിക്കൂ എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം കദളി വനത്തിൽ പോവും. ഭഗവാൻ തപസ് ചെയ്യുന്ന സമയത്ത് നമസ്കരിക്കും, എഴുന്നേൽപ്പിക്കും. അപ്പൊ പറയും, പ്രഭു അങ്ങ് എന്നെ രക്ഷിക്കണം, എന്റെ ജീവൻ ആപത്താണ്, അങ്ങയിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടുന്ന എന്നോട് നാരദ മഹർഷി പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ എന്നോട് വന്നത്, എനിക്ക് പ്രാണഭിക്ഷ തരണം എന്ന് പറയും. അപ്പൊ അങ്ങയെ എതിർക്കാൻ വരുന്നവൻ ആരായിരുന്നാലും ഞാൻ നേരിട്ടോളാം, ധൈര്യമായിട്ടിരിക്കും എന്ന് പറയും. അപ്പൊ അത് പറ്റില്ല, എനിക്കൊരു ഉറപ്പ് വേണം, അങ്ങയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ രാമനാമമാണ്, അങ്ങ് രാമനാമത്തിൽ ചൊല്ലി എനിക്ക് പ്രതിജ്ഞ ചെയ്തേണം, ഞാൻ രക്ഷിച്ചോളാം. അപ്പൊ അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, രാമന്റെ നാമത്തിൽ ഞാൻ നിനക്ക് സത്യം ചെയ്തു തരുന്നു, നിന്നെ ഞാൻ രക്ഷിക്കും. പറ, ആരാ നിന്നെ കൊല്ലാൻ വരുന്നേ? ശ്രീരാമൻ. ഹനുമാൻ ഒരു ഭാവഭേദം ഉണ്ടായില്ല, അദ്ദേഹം ചിരിക്കാൻ പറയുന്നത് അങ്ങനെ ആവട്ടെ, ഒരു കുഴപ്പമില്ല, രാമനൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തേ സാധിക്കൂ, മാറ്റാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഭഗവാനും പറയും, ഹനുമാനും പറയും, അങ്ങയുടെ നാമത്തിന്റെ പുറത്തിലാണ് ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നത്, അതെനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറയും. കുറെ തവണ പറഞ്ഞിട്ടും ഹനുമാൻ മാറുന്നില്ല എന്ന് കാണുമ്പോൾ ഭഗവാൻ അസ്ത്രം പ്രയോഗിക്കുന്നതാണ്, രാമബാണം. രാമബാണം എടുത്ത് ഹനുമാന്റെ നെഞ്ചിന് നേരെ ശ്രീരാമൻ തൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ രാമബാണം ഒരു പൂമാലയായി ഹനുമാന്റെ ദേഹത്ത് വന്ന് ചേർത്ത് എന്നാണ് പറയുന്നത്. ശ്രീരാമന് ഭയങ്കര അത്ഭുതമായി, ഇതെങ്ങനെ സംഭവിച്ചു. അപ്പൊ ചോദിക്കും, നീ എന്ത് മായാജാലമാണ് കാണിച്ചത്, നീ എന്ത് മായാവിദ്യയാണ് കാണിച്ചത്, എന്റെ ബാണം ഇതുവരെ തോറ്റിട്ടില്ല, രാവണനെയും പോലും പതിക്കാൻ